ഹായ് ഫ്രണ്ട്സ്, അഫാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഐറ്റാണ്. അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് കാണാം. വീട്ടിൽ ചിക്കനും ബീഫും മട്ടനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചു വെക്കുക. നന്നായി അടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 12ഓളം വെളുത്തുള്ളി അല്ലി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ കുറച്ച് അതിനനുസരിച്ച് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മുരിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച 300 ഗ്രാം കാബേജാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരണ്ട. ഇതുപോലെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇനി 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് തന്നെയാണ്. ആ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം. വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഈ ക്യാരറ്റും ക്യാബേജൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഒരു സവാള, മീഡിയം സവാള ചെറുതായിട്ട് അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കാണ് ആവശ്യമുള്ളത്. അത് ഞാൻ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് മുഴുവനും എടുക്കാം. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യണം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതും അധികം ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി മല്ലിയിലയും കൂടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളിയുള്ള തൈരായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പുളി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് 1/2 കപ്പോളം ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിംഗ് ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഒറിഗാനോ ആണ് ഇതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഓട്സ് 1 കപ്പ്, അത് പൊടിച്ചതാണ്. പൊടിച്ചത് 1 കപ്പ്. അത് നമുക്ക് നോക്കിയിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചീസാണ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത്. ചീസും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചീസ് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം ഇട്ട് കൊടുക്കാം. ചീസ് ഫുഡിൽ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി വെച്ച ഓട്സ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഓട്സ് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ആദ്യമേ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തും ഒരേപോലെ അതൊക്കെ അലിഞ്ഞ് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിൽ ഞാൻ 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ പരത്തി കൊടുക്കാം. നമുക്കിതിലേക്ക് ചീസും ബട്ടറുമാണ് പിന്നെ എപ്പോഴും വീട്ടിൽ
ഇല്ലാതാവുന്ന സാധനം. ബാക്കിയെല്ലാം ഏകദേശം ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പം ഒന്നുമില്ലെങ്കിലും ഇതുപോലെ കുട്ടികൾക്ക് രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്കായിട്ട് വൈകുന്നേരം ചായക്ക് എന്തിനു വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇത് ശരിക്കും പിന്നെ ഓവൻ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയാൽ ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് ഓവൻ ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ എന്തായാലും ഓവനിൽ തന്നെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾ പിന്നെ നമ്മൾ പോളയെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പ്രീ ഹീറ്റ് ചെയ്യാണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. സോസ് കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി ചിക്കൻ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അതും പൊരിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കൂട്ടി തയ്യാറാക്കുമ്പം തന്നെ അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താലും നല്ല അടിപൊളി തന്നെയായിരിക്കും. എന്തായാലും ടേസ്റ്റ് ഒരിക്കലും മോശമാവില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. നമുക്കെല്ലാവർക്കും പിസ്സയൊക്കെ ഇഷ്ടമല്ല. ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. മിക്ക കുട്ടികൾക്കും പച്ചക്കറി ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവരെ ഇത് കഴിപ്പിക്കാനുള്ള ഒരു ട്രിക്കും കൂടിയാണ് കേട്ടോ. നമുക്കിതിൽ എന്തൊക്കെ ചേർക്കാൻ വേണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കൾക്കും നമുക്കും എല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നൊന്നുമില്ല, പിന്നെ ഹെൽത്തി തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ട് മാത്രമാണ് മേലയിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം. ഇനി ഇതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് 30-40 മിനിറ്റോളം ഏകദേശം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും കുറഞ്ഞ സിമ്മിലാണ് ഇത് ഇട്ട് വെക്കേണ്ടത്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഏറ്റവും കുറഞ്ഞ സിമ്മിൽ മാത്രം വെക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ അടിപൊളി ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഈവനിങ് സ്നാക്ക് എന്ത് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇത് തയ്യാറായിട്ടുണ്ട്. അടിപൊളിയാണ്. കട്ട് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ മക്കളെല്ലാം എടുത്ത് തിന്നാൻ തുടങ്ങിയിന്. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, സീ യു.